എൽ ഡി എഫിന്റെ രണ്ടാമത്തെ ഘടകകക്ഷി, അതായത് രണ്ടാമത്തെ വലിയ ഘടകകക്ഷിയായ CPI-യോട് CPM-ന് എപ്പോഴും ഒരു ചതുർത്ഥിയുള്ളത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് CPI തങ്ങളുടെ നിലപാട് കൃത്യമായി വെളിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനു മുൻപ് പലപ്പോഴും CPM-ന്റെ പല കാര്യങ്ങളിലും CPI ഇടഞ്ഞിട്ടുണ്ടെങ്കിലും അതെല്ലാം പിണറായി വിജയന്റെ മുൻപിലെത്തുമ്പോൾ മുട്ടിടിച്ച് ബിനോയ് വിശ്വം അതെല്ലാം വിഴുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ PM ശ്രീ പദ്ധതിയിൽ അവരെന്ത് നിലപാടാണോ എടുത്തത് അതാണ് കേരളത്തിന്റെ നിലപാട് എന്ന് മനസ്സിലാക്കി CPM-ന് തിരുത്തേണ്ടി വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇതിപ്പോൾ ഒരു തുടർക്കഥയായിക്കൊണ്ടിരിക്കുകയാണ്. CPM പറയുന്നത് CPI-ക്ക് കൃത്യമായി നിർത്താൻ സ്ഥാനാർത്ഥികളില്ല എന്ന് പറഞ്ഞ് വലിയൊരു പരിഹാസത്തിന് വഴിവെച്ചിരിക്കുകയാണ് CPM ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇന്നത്തെ സാഹചര്യത്തിൽ CPM-നേക്കാൾ നല്ല ആളുകളെ സ്ഥാനാർത്ഥിയാക്കി നിർത്താൻ, അല്ലെങ്കിൽ ജനകീയനായ സ്ഥാനാർത്ഥികളെ നിർത്താൻ CPI-ക്ക് സാധിക്കുമെന്ന് തോന്നുന്നു. കാരണം CPM-നോടുള്ള ജനങ്ങളുടെ വിശ്വാസം വളരെയധികം കുറഞ്ഞു കഴിഞ്ഞു. പക്ഷെ CPI-യോടുള്ള വിശ്വാസം ഇന്നും അതുപോലെ തന്നെ തുടരുന്നുണ്ട് എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. ഹർഷ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പാർട്ടിയാണ് CPI. അതെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ആണ്. ബ്രാക്കറ്റിനകത്ത് മാർസിസമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പാർട്ടി എന്നാണ് പറയുന്നത്. അവരാണ് വലിയേട്ടൻ എന്നാണ് പറയുന്നത്. CPI എന്ന് പറയുന്ന പാർട്ടി രണ്ടാകുന്നു. അതാണ് CPM ആയി മാറുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ CPI-യിൽ പോകണോ അതേ CPM-ൽ പോകണോ എന്ന് AKG ഒരു വേള ചിന്തിക്കുന്നു. AKG ജീവിച്ചിരിക്കുന്ന സമയമാണ്, EMS ജീവിച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ AKGക്ക് ഭയങ്കര ജനപ്രീതിയാണ്. AKG അറിയാലോ. അപ്പോൾ AKGക്കൊപ്പം പോകാൻ AKG എങ്ങോട്ട് പോകും? CPI-യിൽ പോകുമോ അതേ CPM-ൽ പോകുമോ? EMS CPI-യിൽ പോകുമോ CPM-ൽ പോകുമോ? VS ഏതിൽ പോകും? VS അന്ന് ഒരു ചെറിയ നേതാവ് മാത്രമാണ്. അപ്പോൾ AKGയോടാണ് അന്ന് ജനത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം, പ്രീതിയുള്ളത്. തൊഴിലാളി വർഗത്തിൻ്റെ നേതാവാണ്. അപ്പോൾ AKG പോയത് CPM-ലേക്കാണ്. അങ്ങനെയാണ് ഈ അണികളെല്ലാം CPM-ലേക്ക് പോയത്. അപ്പോൾ ഇതിൽ നമ്മൾ ഹർഷ പറഞ്ഞിടത്തേക്ക് തന്നെ ഞാൻ പോകാം. ഇന്നും ഞങ്ങളുടെ നാട്ടിൻപുറത്ത് അല്ലെങ്കിൽ നമ്മൾ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കിടയിൽ, ഞങ്ങൾ കൂട്ടുകാർക്കിടയിൽ ഞങ്ങൾ സംസാരിക്കുമ്പോൾ വൃത്തിയുള്ള പാർട്ടി CPM-നേക്കാൾ വൃത്തിയുള്ള പാർട്ടി CPI ആണ്. തീർച്ചയായും. അല്ല, ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതിനകത്തുനിന്ന് ഞാനൊരു കാര്യം പറയാം. തൊഴിലാളികളുടെ നേതാവാണ് AKG. അതുകൊണ്ട് അദ്ദേഹം CPM-ൽ പോയപ്പോൾ എല്ലാവരും CPM-ലേക്ക് വരും. പക്ഷെ ഇന്നത്തെ CPM പാർട്ടി തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊള്ളുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു സംശയമാണ്. എനിക്ക് തോന്നുന്നു CPM-നേക്കാൾ കൂടുതൽ തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും വേണ്ടി നിലകൊള്ളുന്നത് CPI ആണ് ഇന്നത്തെ സാഹചര്യത്തിൽ. അവരുടെ ആശയങ്ങളോടാണ് ഇപ്പോൾ സാധാരണക്കാർക്ക് ചേർന്ന് നിന്ന് പോകാൻ താല്പര്യം എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ജനപ്രീതി മാറുന്നു എന്നറിഞ്ഞത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പരിഹാസത്തിന് പോലും CPM വഴിവെച്ചിരിക്കുന്നത്. അല്ല, ഇപ്പൊ ഈ റിപ്പോർട്ടിൽ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ CPI-ക്ക് കഴിയുന്നില്ല എന്ന് CPM-ന് പറയാൻ. CPI-ക്ക് സ്ഥാനാർത്ഥിയില്ലെന്ന് ആരാ പറയുന്നത്? CPM-ന്. CPM-ന്റെ പരിഹാസമാണോ? CPM-ന്റെ പരിഹാസം ഒന്നിന് വിലപ്പോവില്ല. ഹർഷ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഞാനൊരു ചരിത്രം അല്പം പറഞ്ഞതേ ഉള്ളൂ. അത് നമുക്ക് പറയുന്ന പോലെ അതൊരു AKG എന്ന് പറയുമ്പോൾ കേൾവിക്കൊരു സുഖം ചില കോൺഗ്രസ്സുകാർക്ക് അല്ലെങ്കിൽ ഏത് മനുഷ്യനും ഉണ്ടാവും. AKG മനുഷ്യനായിരുന്നു. അപ്പോൾ നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഈ PM ശ്രീ പദ്ധതി ഹർഷ പറഞ്ഞു, നാളിതുവരെ നമ്മൾ കണ്ടിട്ടുള്ള CPI എന്ന് പറഞ്ഞാൽ പിണറായി വിജയന് മുന്നിൽ മുട്ടിടിക്കുന്ന CPI എന്നാണ്. കാനൻ രാജേന്ദ്രൻ ഒരു ഘട്ടത്തിൽ, കാനൻ രാജേന്ദ്രൻ ആകുന്നതിന് മുമ്പ് ഇവിടെ ആരായിരുന്നു? CPI-യുടെ സെക്രട്ടറി ആയിരുന്നു, വെളിയം ഭാർഗവനായിരുന്നു. വെളിയം ഭാർഗവൻ പോടാ പുല്ലേ എന്ന് പറഞ്ഞാണ് ഈ പറയുന്ന ഇപ്പോഴത്തെ മറ്റേ ഗടാഗടിയന്മാരായിട്ട് ഇവിടെ നിൽക്കുന്ന CPM-ലെ ഗടാഗടിയൻ എന്ന് അവർ പറയുന്ന, ജനം പറയുന്നതല്ല, അവർ പറയുന്ന ഗടാഗടിയന്മാരെ പോടാ പുല്ലേ എന്ന് കാലുമടക്കി അടിച്ചിട്ടുള്ള ആളാണ് വെളിയം ഭാർഗവൻ. വെളിയം ഭാർഗവന് ശേഷം വന്ന ആളാണ് കാനൻ രാജേന്ദ്രൻ. കാനൻ രാജേന്ദ്രൻ തുടക്കത്തിൽ നന്നായിട്ട് ഇടിച്ചു നിന്നതാണ്. പക്ഷെ കാനം പിന്നെ അങ്ങ് വഴുതി വീണുപോയി. കാര്യം ഇവരെ സോപ്പിംഗ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. കാലങ്ങളായി CPI പറയുന്നത് നമുക്ക് ഒരുമിക്കാം സഹാക്കളെ, നമുക്ക് ഒരുമിച്ച് പൊയ്ക്കൂടെ, നമ്മൾ അന്ന് വിഘടിച്ചതാണെങ്കിൽ നമുക്ക് ഒരുമിച്ച്. എന്തുകൊണ്ട് ഒരുമിക്കാൻ കഴിയാത്തത്? ആദർശത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഹർഷ ഇപ്പോൾ പറഞ്ഞു വെച്ചതുപോലെ, ഈ പറയുന്ന പോലെ ആദർശം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അത് ഇന്നും CPI മുറുകെ പിടിക്കുന്നുണ്ട്. ഈ PM ശ്രീ പദ്ധതി എന്ന് പറയുന്നതിൽ എന്താണ് ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാട്ടിയിരിക്കുന്നത്? നമ്മൾ അല്പം മുമ്പ് ഒരു ഒരു വലിയ വിഷയം ചെറുതായി ഒന്ന് സംസാരിച്ചു പോയി, വന്ദേ മാതരത്തെക്കുറിച്ച്. ബംഗാൾ പിടിക്കാനായി BJP-യുടെ തന്ത്രം എന്നാണ് അത് വേറൊരു വിഷയമാണ്. എന്തായാലും അതിൽ മുമ്പ് തന്നെ കേരളത്തിൽ നമുക്ക് കിട്ടാനുള്ളത് നമുക്ക് പല കാര്യങ്ങളും കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളത് ചോദിച്ചു വാങ്ങാൻ നമ്മുടെ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല, ഒന്ന് കടുപ്പിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല. കാരണം ഈ പറയുന്ന രീതിയിൽ കേന്ദ്രത്തിന്റെ കയ്യിൽ അദ്ദേഹത്തിന്റെ തന്നെ പല കേസുകളും കഷത്തിരിക്കുക. എപ്പോ വേണോ പണി, ഇപ്പൊ നമ്മൾ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വെട്ടാൻ കണക്കാക്കി നമ്മൾ ചില ചീട്ടുകൾ ഇങ്ങനെ കരുതിയിരിക്കും. നമുക്കിപ്പോൾ നമ്മളെ കയ്യിൽ ഗുലാൻ ഉണ്ടാവും, കിങ് ഉണ്ടാവും, ക്യൂൻ ഉണ്ടാവും, ഇങ്ങനെ പല സാധനങ്ങളുണ്ടാവും. നിങ്ങൾ ഇടുന്നതനുസരിച്ച് വെട്ടാനായിട്ട് ഞാൻ ഇങ്ങനെ പാത്തിരിക്കുകയായിരിക്കും. അതുപോലെ അവിടെ നരേന്ദ്രമോദി പാത്തിരിക്കുവാണ്. അപ്പോൾ ഇവിടുന്ന് ജോക്കർ ചെന്നിട്ട് എന്നെ ഒന്നും ചെയ്യരുത്. ഇവിടെ പാവപ്പെട്ട പാർട്ടി അണികളുടെ ഇടയിൽ വലിയ രാജാവായിട്ട് ഇങ്ങനെ ഞെളിഞ്ഞിരിക്കും. ഒന്ന് തുമ്മണമെങ്കിൽ അങ്ങേരെ നോക്കിയിട്ട് തുമ്മാൻ പറ്റത്തുള്ളൂ. ഞാൻ പറയുന്ന ആരാണെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാവും. ഏതായാലും അത്തരത്തിൽ LDF എന്ന് പറയുന്ന ഒരു മുന്നണിയുണ്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ,
നമ്മൾ ചേർന്നിട്ട് നമ്മളൊരു ഒരു 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 കോർ നമ്മളൊരു ഫോറം നമ്മളിങ്ങനെ ഒരുമിച്ച് നമ്മളൊരു തീരുമാനം എടുക്കാനായി തീരുമാനിക്കുന്ന നമുക്കൊരു കമ്പനി ഉണ്ടെന്ന് വെക്കുക. നമ്മൾ 5-6 പേര് ചേർന്ന് ഒരു തീരുമാനം എടുത്തിട്ട് വേണം നമ്മൾ മുന്നിലേക്ക് പോകേണ്ടത്. അതിൽ നിന്ന് ഒരാളെ അടർത്തിയെടുത്ത് വേറെ ആരെങ്കിലും ഒരു യൂണിയൻ ഉണ്ടാക്കി അവരും ഉണ്ടാക്കിയിട്ട് അവർ പോയി തീരുമാനിച്ച പിന്നെ നമ്മൾ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? ഈ LDF എന്ന് പറയുന്ന ഒരു ഘടകകക്ഷികൾ ചേർന്നുള്ള ഒരു കൂട്ടു മുന്നണിയാണ്. ആ മുന്നണിയിൽ ഇരുന്ന് കൊണ്ട് എടുക്കേണ്ട തീരുമാനങ്ങൾ മുന്നണി തീരുമാനിച്ചെടുത്ത ശേഷം ആണ് എന്തും ചെയ്യേണ്ടത്. ഇവിടുന്ന് PM ശ്രീ പദ്ധതിയിലേക്ക് PM ശ്രീ എന്ന് പറയുന്നത് എന്താണെന്ന് ഇവരെ സാധാരണക്കാർക്ക് ആ സംഭവം നടന്നപ്പോൾ മനസ്സിലായി. കാര്യം ഇവർ പറയുന്ന ആദർശം, അതായത് ഇവിടെ BJP വളർത്താനായി അവരുടെ ഹിന്ദുത്വ അജണ്ട സ്കൂളുകളിൽ കുട്ടികൾക്കിടയിൽ അടിച്ച് ഏൽപ്പിക്കുക. അതാണ് നമ്മൾ വന്ദേ മാതരത്തെ കുറിച്ച് നമ്മൾ തുടക്കത്തിൽ ചെറുതായിട്ട് സൂചിപ്പിച്ചത്. അപ്പൊ അങ്ങനെ അടിച്ചങ്ങ് ഏൽപ്പിക്കാനായി നിങ്ങളിത് അങ്ങനെ ഹിന്ദുത്വം വളർത്താനുള്ളൊരു ശ്രമം പാടില്ല എന്ന് ഇവിടെ മൈക്കും കെട്ടി വെച്ച് സാധാരണ അണികളുടെ മുമ്പേ നിന്ന് സംസാരിച്ചിട്ട് പിന്നെ പതുക്കെ ഇരുട്ട് വാക്കിന് ചൂട്ടും കൊളുത്തി ഇങ്ങനെ പതുക്കെ പോകണമല്ലോ, വിളിച്ചു പോകണമല്ലോ. ഇവിടുന്ന് ശിവൻകുട്ടിയെ കൊണ്ടുപോയി അവിടെ ചെന്ന് ഇവിടുത്തെ വകുപ്പ് സെക്രട്ടറിയെ കൊണ്ട് ഒപ്പിടിയിച്ചിട്ട് നമ്മൾ വാർത്തയിലാണ് അറിയുന്നത്. ഞാനത് അറിയുന്ന ഏഷ്യാനെറ്റ് വാർത്തയിൽ KG കമലേഷാണ് അടിക്കുന്നത്. നമ്മൾ മാത്രമല്ല, ഈ പറയുന്ന CPM-ലെ പോലും പല നേതാക്കന്മാരും CPI-ലെ നേതാക്കന്മാരും അറിയുന്നത് വാർത്തകളിലൂടെ തന്നെയാണെന്നുള്ളത് മന്ത്രിസഭയിലെ കൂട്ടുമന്ത്രിമാർ അറിഞ്ഞിട്ടില്ല. ഇനി പറഞ്ഞോ. അതുപോലെ തന്നെ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് ഒരു സമയത്ത് വലിയ രീതിയിൽ വിവാദം ഉണ്ടായത്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം കൃത്യമായി വെള്ളാപ്പള്ളി നടേശനുമായുള്ള പിണറായി വിജയന്റെ കൂട്ടുകെട്ട് തിരിച്ചടിയായി എന്നുള്ളത് CPM-നും CPI-ക്കും അറിയാം. അയ്യപ്പ സംഗമം. അതെ. അപ്പോ അത് ഈ പറയുന്ന രണ്ട് ഘടകകക്ഷികൾക്കും അറിയാമെങ്കിൽ പോലും CPM കണ്ടില്ലെന്ന് നടിക്കുന്നു. CPI അത് കൃത്യമായി തുറന്നു പറയുന്നു. ആ CPI-യെ പോലും തള്ളിക്കൊണ്ടാണ് പിണറായി വിജയൻ മാത്രമല്ല നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും ഇത്തരത്തിൽ വെള്ളാപ്പള്ളി നടേശനെ ചേർത്ത് പിടിച്ച് CPI തള്ളുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ചോദ്യം ഇതാണ്, SNDP അതായത് വെള്ളാപ്പള്ളി നടേശൻ മുന്നിൽ നിന്ന് നയിക്കുന്ന ആ ഒരു ജാതി സംഘടനയാണോ ഈ CPI ആണോ CPM-ന് വലുത് എന്ന് ചോദിച്ചാൽ കൃത്യമായി പറയാൻ സാധിക്കും വെള്ളാപ്പള്ളി നടേശനെയും അദ്ദേഹത്തിന്റെ സംഘടനകളെയുമാണ് ജാതി സംഘടന. അതായത് CPI-ക്ക് നൽകുന്നതിനേക്കാൾ കൂടുതൽ വാല്യൂ അതിന് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അവർ പറയുന്ന വാക്കുകൾ കേൾക്കാൻ CPM ഒന്നുകൂടി തയ്യാറാകുന്നുണ്ട്. CPI പറയുന്നത് എപ്പോഴും വിരുദ്ധമായി മാത്രം എടുക്കുന്ന, അല്ലെങ്കിൽ നല്ല കാര്യം പറഞ്ഞാലും അതിനെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് വെള്ളാപ്പള്ളിയെ ചേർത്ത് നിർത്തുന്ന ഈ ഇടക്കാലങ്ങളെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ CPM-ന് CPI-യുടെ വളർച്ച ഭയമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ബിനോയ് വിശ്വം പറഞ്ഞതുപോലെ LDF മുന്നണി തോൽക്കണമെന്ന് ആഗ്രഹമില്ല. ഏതെങ്കിലും ഒരിക്കൽ CPI-യുടെ ഒരു മുഖ്യമന്ത്രി തീർച്ചയായും കേരളം ഭരിക്കും. പക്ഷെ അതിന് അനുവദിക്കില്ല CPI. അങ്ങനല്ല. അതായത് അങ്ങനെയല്ല. നമുക്ക് അതിന്റെ ഹർഷ പറഞ്ഞതിൽ പോയിന്റ് ഉണ്ട്. പക്ഷെ അങ്ങനല്ല. അതിനകത്തുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPI എന്ന് പറയുന്നത് CPM-നേക്കാൾ അംഗബലം കുറവാണ്. നമ്മളിപ്പോ അവർക്ക് ഉള്ള ബ്രാഞ്ചുകളുടെ എണ്ണവും അവരുടെ പാർട്ടി അംഗങ്ങൾ 6 ലക്ഷമാണ് ആരുടെ CPM-ന്റെ. നേരെ മറിച്ച് അപ്പൊ അതെന്തുകൊണ്ടാണ് AKG പോലുള്ള നേതാക്കൾ തുടക്കത്തിലേ ഉള്ളത് കൊണ്ട് ജനം ആ രീതിയിൽ ചിന്തിച്ചുകൊണ്ടാണ് CPM-ന്റെ ഒരു വളർച്ച ഉണ്ടായത്. നമ്മൾ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. അവർ പറയുന്നു ഇവർക്ക് സ്ഥാനാർത്ഥിയില്ല എന്നൊരു കളിയാക്കല്. നമ്മൾ അന്ന് തന്നെ വിധി എഴുതിയതാണ്. ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടു നമ്മൾ അറിയാതെ. നമ്മളെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇപ്പൊ ഹർഷ പറഞ്ഞ പോലെ നമ്മളെന്ന് പറഞ്ഞാൽ അവരുടെ ഇടയിലുള്ള ഇപ്പൊ നമ്മളിപ്പോ നമ്മളറിയാതെ നമ്മുടെ കൂടെയുള്ള ഒരു തീരുമാനം എടുക്കുമെന്ന് പറയുന്ന പോലെ അവരുടെ മുന്നണിക്കകത്തുള്ള MP രാജേഷ് മന്ത്രി, അല്ലെങ്കിൽ പോട്ട് ബാലഗോപാൽ മന്ത്രി, വീണ ജോർജ് മന്ത്രി, പാർട്ടിക്കാർ ഇവിടെ ഗോവിന്ദൻ പോലും അറിയാതെ മുഖ്യമന്ത്രി ശിവൻകുട്ടിയും ട്രാപ്പിഡാണ്. ശിവൻകുട്ടി അറിഞ്ഞില്ല. ശിവൻകുട്ടിയോട് പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്തതെന്ന് പറഞ്ഞു. അവസാനം ഇവിടെ ഒന്ന് മറുപടി പറയാൻ വന്നപ്പോൾ അതിനെ ചോദ്യം ചെയ്തതാണ്. അന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ സുഹൃത്തുക്കളുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പണി 28-ൽ CPI-ക്ക് കൊടുത്തിരിക്കും. സ്ഥാനാർത്ഥികളില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം മനസ്സിലായോ? നിനക്കൊക്കെ പണി ഞങ്ങൾ തരും. അതെ, നല്ല പല സീറ്റുകളും CPI-ൽ നിന്നും കൊണ്ടുപോകുമെന്ന് മാത്രമല്ല. അത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ VD സതീശന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഉദാഹരണം. അത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ വോട്ടേഴ്സ് ഇവർക്കാണ്, CPM-നാണ് വോട്ട് ചെയ്യാനുള്ളത്. CPI സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നാലും വോട്ട് ചെയ്യേണ്ടവരാണല്ലോ. PM ശ്രീയിൽ പിണറായി എന്തൊക്കെ സോൾവിങ് നടത്തിയെന്നറിയാലോ. അവിടെയാണ് ബിനോയ് വിശ്വവും അനിലും നമ്മുടെ മന്ത്രി രാജനും പിന്നെ ഈ പറയുന്ന ചിഞ്ചുറാണിയും ഇവരെല്ലാം ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ടെന്ന് തുറന്നു പറഞ്ഞത്. പിണറായി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, അല്ലെങ്കിൽ പോട്ട് ഗോവിന്ദൻ പ്രതീക്ഷിച്ചില്ല. ആ രംഗമൊക്കെ ഓർമ്മയുണ്ടല്ലോ. ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ ഇവർ പോയി കണ്ട് ആ സോൾവിങ് സംഭവമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അന്ന് തന്നെ നോട്ട് ദ പോയിന്റ്, അല്ലെങ്കിൽ നോട്ടഡ്, അണ്ടർലൈൻ, പണി ഉണ്ട് മക്കളെ നിനക്കൊക്കെ എന്ന് CPM-കാർ മനസ്സിൽ ഉറപ്പിച്ചു. അത് CPI-ക്ക് അറിയുകയും ചെയ്യാം. CPI-ക്ക് സ്ഥാനാർത്ഥികളുണ്ട്, എണ്ണം പറഞ്ഞ മിടുക്കരായ ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളുണ്ട്. CPM കരുതുന്ന പോലെ അല്ല. പിന്നെ ഒന്നുകൂടെ നമുക്കിൽ പറയാം, കേരള കോൺഗ്രസ് മാണിയെ കൂടെ നിർത്തിയാൽ ഏറ്റവും കൂടുതൽ അസ്വസ്ഥത CPI-ക്കുണ്ട്. മാണി എന്ന് പറഞ്ഞാൽ ജോസ് കെ മാണിയെ. എന്തിനാണ്? CPM എന്ന് പറയുന്ന പാർട്ടി, അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ എത്തിക്സ് ഉണ്ട്. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഒരു എത്തിക്സ് ഉണ്ട് ഹർഷ. അതാണ് നമ്മുടെ സച്ചിദാനന്ദൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു എത്തിക്സും അവരുടേതായ ഒരു പോളിസിയും ഒക്കെ ഉണ്ടെങ്കിൽ അവൻ ഇടതുപക്ഷക്കാരനാവുള്ളൂ.
അല്ലാതെ കണ്ടതുപോലെ ഇവിടെ വി ഡി സതീശൻ ഇപ്പോഴും പറയുന്നുണ്ട് കോൺഗ്രസിന് ഒരു ഇടതുപക്ഷ ചായ്വുണ്ട് ഒരു അല്പമെങ്കിലും. അതുകൊണ്ടാണ് ബി ജെ പി എന്ന് പറയുന്ന വർഗീയ പാർട്ടിയെ മാറ്റി നിർത്തണം. അതിന്റെ ഭവിഷ്യത്ത് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം. ഇപ്പൊ ഒരു വേള ഇത്തരത്തിൽ ബി ജെ പിയെ കൂടെ നിർത്തി എങ്ങനെയെങ്കിലും ഭരണത്തിൽ കയറാനായി പിണറായി വിജയൻ ശ്രമിക്കുമ്പോൾ PM ശ്രീയിൽ CPIയോട് കാണിച്ചത്, ADGP അജിത് കുമാർ പൂരം കലക്കിയതിൽ അജിത് കുമാറിനെ സംരക്ഷിക്കാൻ നോക്കിയത്, അങ്ങനെ നിരവധി കാര്യങ്ങൾ CPIക്ക് ഓർമ്മയുണ്ട് CPM ചെയ്തത് എന്ന് നമുക്കിവിടെ പറയേണ്ടി വരും. ഒരു വേള അവർ വെറും ഇടതുമുന്നണിയിലെ ഒരു രണ്ടാമനല്ല, അവർ CPMനെ തിരുത്തുന്ന ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് ഇവിടുത്തെ പൊതുസമൂഹത്തിന് അറിയാം. അത് മാത്രമേ നമുക്കിതിൽ പറയാനുള്ളൂ.